കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിനോട് ഖുർആനിൽ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ചെയ്തു മറ്റൊന്ന് ചെയ്തിട്ടില്ല എങ്കിൽ അമൽ ഖബൂൽ ചെയ്യുകയില്ല. ഒന്നാമത്തത് അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല. നിങ്ങൾ അല്ലാഹ്ക്ക് വഴിപ്പെടുക, വ അത്തീഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും വഴിപ്പെടുക. ഒരാള് വമൻ അത്താഅ അല്ലാഹ, അല്ലാഹ്ക്ക് വഴിപ്പെട്ടു, വമൻ ലം യുതിഇർ റസൂല, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടിട്ടില്ല, ലം തുഖ്ബൽ മിൻഹു, അമൽ അല്ലാഹ് ഖബൂൽ ചെയ്യുകയില്ല. അഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, വആതുസ് സകാത്ത, അതോടൊപ്പം നിങ്ങൾ സകാത്ത് കൊടുക്കുക. ഒരാൾ നിസ്കാരം നിലനിർത്തുന്നില്ല, സകാത്ത് കൊടുക്കുന്നുണ്ട്, ലം തുഖ്ബൽ മിൻഹു, ഖബൂൽ ചെയ്യില്ല. അല്ലാഹുവിനെ സ്നേഹിക്കലോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുക. അതാണ് ശരി. അള്ളാഹിനെ സ്നേഹിച്ചു, പ്രവാചകനെ സ്നേഹിച്ചിട്ടില്ല, അള്ളാഹ് ഖബൂൽ ചെയ്യുകയില്ല. അള്ളാഹ്ക്ക് വഴിപ്പെടണം, അള്ളാഹുവിന്റെ റസൂലിലേക്കും വഴിപ്പെടണം. ഇതാണ് ഇസ്ലാമിന്റെ രീതി. ഏതാവട്ടെ, ഒരിക്കൽ മഹാന്മാരായ സ്വഹാബത്തിൽ ഒരു വിഭാഗം ആളുകൾ വാദിച്ചുവത്രേ, ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾ അള്ളാഹുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരാണ്. ഈ വാദം ഉന്നയിച്ചപ്പോഴാണ് ഞാൻ ഇന്നലെ ഓതിവെച്ച ആ സൂറത്തു ആലി ഇമ്രാനിലെ ആയത്തിറങ്ങുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയേ, അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ സ്നേഹിക്കുക, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യുക. എന്നെ പിൻപറ്റാതെ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ മഹബ്ബത്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല. അല്ലാഹുവിനോട് മഹബ്ബത്ത് വെക്കുന്നതോടൊപ്പം നിങ്ങൾ എന്നെയും മഹബ്ബത്ത് വെക്കുക. ഇതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്.